ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിപ്പി. ഇന്നൊരു ബോളിവുഡ് മൂവി, ഹിസ്റ്റോറിക്കൽ മൂവി ഇഷ്ടമാണോ നിങ്ങൾക്ക്? ചാവ ചാവ എന്ന മൂവി റിലീസായിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. നമ്മൾ പണ്ടത്തെ ഹിസ്റ്റോറിക്കൽ കഥയൊക്കെ കേട്ടിട്ടില്ല, അതൊന്നും ഒന്നുമല്ല നോക്കും. അതിനെയൊക്കെ എടുത്ത് തൂക്കി വലിച്ചെറിയാൻ തോന്നുന്നു ആ ബുക്കൊക്കെ. അത്രയും ഇതിലെ ആക്ടർ വന്നിട്ട് വിക്കി കൗശലിൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. എന്താ അത്, അയാൾ എല്ലാ സിനിമയിലും ഞാൻ ഇതുപോലെ പറയും, പക്ഷെ അതുപോലെ അല്ല ഇത്. നന്നായി ചെയ്തിട്ടുണ്ട് വിക്കി കൗശൽ. പിന്നെ നമ്മളെ ഹീറോയിൻ വന്നിട്ട് നമ്മുടെ പുഷ്പിയിലെ ഹീറോ. ശരിക്കും ഇതിൽ കഥ പറയുന്നത് നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ മകൻ ഛത്രപതി സംഭാജി മഹാരാജാവിൻ്റെ വീരകഥയെ ആസ്പദമാക്കിയിട്ടുള്ള മുഗൾ വംശത്തിലെ ശരിക്കും ഫൈറ്റാണ് ഇതിലെ ഹൈലൈറ്റ്. പണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ന്യൂ ജനറേഷനിൽ എങ്ങനെ ഫൈറ്റ് ചെയ്യണോ ആ ഫൈറ്റാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഫുൾ ഫൈറ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് കാണണം, വാച്ച് ചെയ്യണം. ഈ ഹിസ്റ്റോറിക്കലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ. എനിക്ക് ഇങ്ങനെ ചരിത്രപരമായ പണ്ടേ ഞാൻ ഹിസ്റ്ററിയിലൊക്കെ കുറച്ച് ബാക്കോട്ടായിരുന്നു, പക്ഷെ ഈ സിനിമ കാണും. അത്രയ്ക്കൊരു ഇതാണ്. എല്ലാ സീക്വൻസും ആ ഇമോഷനായാലും ഫൈറ്റ് ആയാലും എല്ലാം കണ്ടുകൊണ്ടിരിക്കേണ്ടതാണ്. ആ വിക്കി കൗശലിൻ്റെ ആക്ടിങ് ആണ് ഒരു പറയാനേ പറ്റുന്നില്ല. അത്രയ്ക്കും ഭയങ്കരമായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട് വിക്കി കൗശൽ. ശരിക്കും ഇതിന് എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡ് കിട്ടും അവനോ അങ്ങനെ പറയാനും പറ്റില്ല. ഇതിനെ നാഷണൽ അവാർഡല്ല, അതിന് മേലെ ഈ എന്താണ് ഭാരതരത്ന അങ്ങനൊരു അത് കിട്ടുന്നു. അങ്ങനെയാണ് ചെയ്തു വെച്ചിരുന്നത്. ആ പഴയ കാലങ്ങളിൽ ഇങ്ങനൊരു ഹിസ്റ്ററി നമുക്ക് ഉണ്ടെന്ന് തന്നെ ഈ സിനിമ കണ്ടിട്ടാണ് മനസ്സിലായത്. ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ, അതും ഈ ലോക്കൽ തിയേറ്ററിലൊന്നും അത് റിലീസില്ല എന്നാണ് കേട്ടത്. മാളില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ റിലീസുള്ളൂ. ഇതിലെ ഡയറക്ഷൻ വന്നിട്ട് ലക്ഷ്മൺ ഉടേക്കർ, പിന്നെ വിക്കി കൗശൽ പറഞ്ഞല്ലോ, രശ്മിക മന്ദന നമ്മൾ ഇതിൽ കണ്ടതാ പുഷ്പിയിലെ നായികയെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആരെങ്കിലും ചെയ്താൽ കുറച്ചും കൂടി നന്നാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ചെയ്തിട്ടുണ്ട്, വെറുപ്പിച്ചിട്ടില്ല, നല്ല രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ മഹാരാജാവിൻ്റെ ഓരോ ആക്ഷനും, ഈ സാക്രിഫൈസ് ചെയ്യുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെയും ഒരാൾ ചെയ്യുമോ എന്നൊരിത്. എന്തായാലും എല്ലാവരും ഇത് കാണണം. ഹിസ്റ്റോറിക്കൽ ഇഷ്ടമായവർ, ചരിത്രപരമായ പണ്ടത്തെ നമ്മളെല്ലാം കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമായവർ ഇത് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. എല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് മലയാളത്തിൽ വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഹിന്ദിയിലുണ്ട്. എന്തായാലും കാണണം. അപ്പോൾ താങ്ക് യു. ഒന്ന് പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ മ്യൂസിക് ആരാ ചെയ്തിരിക്കുന്നത്? AR റഹ്മാൻ. ആ പണ്ടത്തെ ചരിത്രവും ഇപ്പോഴത്തേതും കൂടി മിക്സ് ചെയ്തിട്ടൊരു മ്യൂസിക്. എനിക്ക് തോന്നുന്നു ഒരു 5 പാട്ടുണ്ട് ഈ മൂവിയിൽ. അതിന് ആ കഥയ്ക്ക് പറ്റിയ ട്യൂണും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്.